ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. മാളികപ്പുറം കാണാൻ പോയി. അപ്പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്, ഈ കുട്ടിയെ മെയിൻ റോൾ ഹീറോ ആയിട്ടൊരു സബ്ജക്റ്റ് എടുത്താൽ ഭയങ്കര ഹിറ്റ്. ദേവനന്ദ ഇല്ലായിരുന്നു, ഞാൻ മാളികപ്പുറം കണ്ടില്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. രാജേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഈ പ്രേതം, ഭൂതം, അങ്ങനത്തെ സംഭവം? വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് ചിലരെ കൊണ്ടുവരാം. എൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണ്, എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല മോനെ മക്കളെ എന്ന് വിളിച്ചാൽ. പക്ഷെ അവർ അന്നത്തെ കാലത്ത് അങ്ങനെ അത് പ്രകടമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ കുടിക്കാനുള്ള വെള്ളം എടുക്കട്ടെ, ചായ എടുക്കുമ്പോൾ എനിക്കങ്ങ് കണ്ണൊക്കെ നിറയും. എൻ്റെ എന്താണെന്ന് അറിയണേ, ഞാൻ വളർന്നു വന്ന സെറ്റപ്പിൽ അച്ഛനെയൊക്കെ പേടിയുണ്ടായിരുന്നു. അച്ഛനെ ഒന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്, അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. അവസാനം അമ്മ ഉമ്മ വെച്ചത് അമ്മ മരിച്ചിരുന്നപ്പോഴാണ് നാച്ചുറലി. ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയിട്ട് മദ്രാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നെടുമുടി വേണം വരുന്നു. അദ്ദേഹം അന്ന് കലാകൗമുദി എന്നുള്ള പത്രത്തിന്റെ മദ്രാസ് കറസ്പോണ്ടൻ്റാണ്. പുള്ളി എൻ്റെ ഇന്റർവ്യൂ പേനയും പേപ്പറൊക്കെ എന്തൊക്കെയാണ്. ഈ കോമഡി ചെയ്യുന്ന ആളിന് സുധീർ കുമാർ എന്നുള്ള പേരൊട്ട് ശരിയാവില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ കോമഡി ചെയ്യുന്ന ആളിന് കോമഡി പേരാണെന്നുണ്ടെങ്കിലേ പരേതൻ എന്നല്ലോ ഇട്ടാൽ പോലെ. അടുത്ത ആഴ്ചത്തെ കലാകൗമുദിയിൽ എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇട്ട് മുകളിൽ ടൈറ്റിൽ പരേതൻ. ഇല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അയ്യോ രാജുവിന് എന്ത് പറ്റി, മരിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കണം ന്യൂസ്. എൻ്റെ അമ്മ നിലവിളിച്ച്. അതേപോലെ തന്നെ മല്ലിക ചേച്ചിയായാലും ഇതേപോലെ ഓരോ ഇന്റർവ്യൂസിലും ഭയങ്കര തഗ്ഗാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കന്ന് എൻജോടി പഠിക്കാം, ഒരു ഇഞ്ച് മറ്റേ ഒരു കണ്ടി എത്ര ഗജം, അങ്ങനെ ഒരു കിളി പഠിക്കണം. അങ്ങനെ ഒരു ദിവസം ഒരു ക്ലാസ് ടീച്ചർ വന്നപ്പോഴത്തേക്കും പറഞ്ഞു കൊടുത്തു, സുധീർ കുമാർ തെറി പറഞ്ഞു. സാറ് കേട്ട് എന്ത് ചോദിച്ചു, എന്താ പറഞ്ഞത് മല്ലിക ചേച്ചി? എന്നിട്ട് അവർ എൻ്റെ മുഖത്ത് ചോദിച്ചു, സാറ് ഒരു കുണ്ടി എത്ര ഗജം? സെക്കൻഡ് പാർട്ട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി എത്തുന്ന അറിയുന്നു. ഒരു വര കൂടെ വരേണ്ടി വരും. ഹായ്, ബിഹാൻ വിത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, അതേപോലെ ഒരു സ്വീറ്റ് ഡാഡാണ്. എല്ലാം തികഞ്ഞൊരു വ്യക്തി എന്ന് പറയാം. ഹായ് രാജു ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഇപ്പൊ പുതിയ മൂവി ഇറങ്ങാണ്, ഗൂ. അതെന്താ ആക്സിഡന്റ് ചോദിക്കട്ടെ, എന്ത് ഈ ഗൂന്ന് ഷോർട്ടാക്കി ആ ഗുളികന്റെ ഗൂ മാത്രം ഇടാൻ കാരണം? അല്ല, നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ നമ്മുടെ ടീമൊക്കെ. ഞാനും അതിലായിപ്പോയില്ലേ. അപ്പോൾ ഗുളിക എന്നുള്ളൊരു പേര് എത്തുമ്പോൾ സാധാരണ ഒരു പേര് മേലേ ഉള്ളൂ. അതേസമയം അത് ഗൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചോദിച്ചില്ലേ, അതുപോലെ എന്താണ് ഗൂ എന്ന് ആൾക്കാർ ഒരു ഇൻക്വിസിറ്റി അവരുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ലെറ്ററിൽ ഒരു ടൈറ്റിൽ വരുന്നതിന് രസമുണ്ട്. സാധാരണ അല്ലെങ്കിൽ ഒരു 2 അക്ഷരം അല്ലെങ്കിൽ 3 അക്ഷരം വേണമല്ലോ. ഒപ്പം നേരെ അതൊക്കെ 2 അക്ഷരമാണ്, ഇത് ഒറ്റ അക്ഷരമാണ്. ഒറ്റ അക്ഷരത്തിൽ വരുന്ന വേറെ ഏത് സിനിമ വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഗൂന്നിട്ടത്. അപ്പൊ മനസ്സുകൊണ്ട് എപ്പോഴും ഭയങ്കര യൂത്ത് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പറ്റില്ല, കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ താടിയും. അങ്ങനെ മോഹൻലാൽ പടം കൂടെ നടക്കുന്നില്ലേ, തൊടുപുഴ മോഹൻലാൽ ശോഭന, ആ പടത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫുൾ ഡേ അടിച്ച് ചെത്ത് പോലെ അല്ലെങ്കിൽ അങ്ങനെ നടക്കത്തില്ല. ഓക്കെ, പക്ഷെ ഞാൻ ഈ പടത്തിന്റെ ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഗുളികൻ എന്നൊരു സംഭവം കേട്ടു. നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, പ്രേതം, ഭൂതം, പിശാച്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക എന്നുള്ള വാക്ക് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മൾ ഈ കവടി നിരത്തി രാശി വെക്കുമ്പോൾ ഗുളിക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ. അല്ല, വേറെ ഒന്നല്ല, ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചുമ്മാ പേടിപ്പിക്കാൻ പണ്ടുണ്ടാക്കിയാണ്. പ്രേതം, ഭൂതം, യക്ഷി എന്നൊക്കെ പറഞ്ഞു, അതൊന്നും ഇല്ല, റിയാലിറ്റി ഇല്ല. പിന്നെ എന്നാലും അതൊക്കെ പേടിപ്പിക്കുന്ന അന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ കൊണ്ടുവന്നു. ഈ ഗുളിക എന്നുള്ളത് ഉള്ളതാണ്, തെയ്യം നമ്മുടെ മിത്തിലുള്ളതാണ്. ഇപ്പം മലബാർ, കാസർഗോഡ് ആ ഭാഗങ്ങളിലൊക്കെ ഗുളികനുണ്ട്, ഗുളികൻ തെയ്യമുണ്ട്. കള്ളത്തിനല്ല, ഗുളികൻ തെയ്യമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പ്രേത തെയ്യം, എഴുച്ചി തെയ്യമോ കണ്ടിട്ടുണ്ട്? ഗുളികൻ ഉള്ളതാണ്. അപ്പം ഗുളികൻ്റെ ഒരു തെയ്യമാണ് സംഭവം. ഇത് തെയ്യത്തിന് അതിനകത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഈ മനയിലെ കാര്യങ്ങളിലും ദേവനന്ദയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഗുളികനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, ഒരു ദൈവമാണോ അല്ലെങ്കിൽ ആൾ നെഗറ്റീവ് ഒന്നുമല്ല, വളരെ പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് ആൾക്കാരത്ത് നെഗറ്റീവായിട്ട് പുള്ളി ശരിക്കും മിത്തിലുണ്ട്. പിന്നെ ഈ തെയ്യമുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. വിശ്വസിക്കുന്നുണ്ടോ ഈ പ്രേതം, ഭൂതം, അങ്ങനത്തെ സംഭവം? വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. ഞാൻ പറട്ടെ, ഇപ്പൊ കുട്ടിക്കാലത്ത് അപ്പൂപ്പനും അമ്മയൊക്കെ ഒന്നും പറഞ്ഞ കഥകളുണ്ട്. രാത്രിയാകുമ്പോ ഇങ്ങനെ യക്ഷി വരും, ചുണ്ണാമ്പ് വയ്ക്കും, പിറ്റേന്ന് രാവിലെ 12 മുമ്പ് നിന്റെ മുടിയും അസ്ഥിയും കാണുള്ളൂ, എല്ലാം കൂടി ഇങ്ങനെ പേടിപ്പിച്ച് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലൊരു ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പേടിയില്ലെന്ന് കേട്ടു, ഒരു കാട്ടിൽ ആരുമില്ലാത്ത ഒരു ഹോണ്ടഡ് ഹൗസ്, അവിടെ എന്തോ 3-4 ദുർഭരണങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല എയർ കണ്ടീഷൻ റൂം, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുക. അതാണ് പേടി. എനിക്ക് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പേടിയാണ്. ഒരു ലിഫ്റ്റ് കയറുന്നു, ലിഫ്റ്റ് സ്റ്റക്കായാൽ
ഞാൻ വല്ലാതെ പേടിക്കും. ക്ലോസ്ട്രോഫോബിയ ഉണ്ട് എനിക്ക്. ഞാൻ വേർക്കും, എനിക്ക് ടെൻഷൻ, ഇടുങ്ങിയ മുറി. ചില ഹോട്ടലൊക്കെ ചെന്ന് അകത്ത് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ടോയ്ലറ്റ് തുറക്കാൻ പറ്റില്ല. നമുക്ക് വെളി തുറക്കാൻ പറ്റില്ല. നമ്മൾ അപ്പോൾ പേടിച്ചു പോകും നമ്മൾ. അപ്പോൾ അത് പേടി ഒരു വലിയ സംഭവമാണ് കേട്ടോ. മാർക്ക് കുറയുമ്പോൾ പേടിയാണ് വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും അടിക്കും. അത് വേറെ തരം പേടി. രാത്രി ഇരുട്ടത്ത് നമ്മൾ നടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകണം, ഓട്ടോ കിട്ടിയില്ല, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ കാറ് കിട്ടിയില്ല, നടന്നു പോകുന്നു. ഒരു ഒത്തിരി തിക്നെസ് ഉള്ള ഫോറസ്റ്റ് ഏരിയ കൂടെ നടന്നു. പെട്ടെന്ന് ഒരു രൂപം നിങ്ങളുടെ മുമ്പിൽ, അത് യക്ഷിയോ പ്രേതമോ ഭൂതമോ അല്ലെങ്കിൽ ഒരു കരടിയോ ഒക്കെ ആവും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വേഷം മാറ്റി എന്ന് ചാടി നമ്മൾ പേടിക്കത്തില്ല. മനുഷ്യരിലുള്ളതാണ് ആ ഒരു ഇൻസിഡന്റ്. അതുകൊണ്ടാണോ നമുക്ക് ശരിക്കും രാജചേട്ടൻ ഒരു ഹൊറർ മൂവിയിൽ അങ്ങനെ? അതുകൊണ്ടല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ അടുത്ത് മനു വേറൊരു കഥയാണ് പറഞ്ഞത്. അതൊരു ബഡ്ജറ്റ് ഇവിടുന്ന് വലിയ പടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സിനിമയ്ക്ക് പോയി, മാളികപ്പുറം കാണാൻ പോയി. ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഈ കുട്ടിയെ ഹീറോ ആയിട്ട്, അങ്ങനെയാണ് പറഞ്ഞത്, ഹീറോ എന്നല്ല, ഈ കുട്ടിയെ മെയിൻ റോൾ ഹീറോ ആയിട്ടൊരു സബ്ജക്റ്റ് എടുത്താൽ ഭയങ്കര ഹിറ്റായിരിക്കും. പണ്ട് ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് പെർഫോമൻസൊക്കെ. അപ്പോൾ ഞാൻ TK രാജീവ് കൊണ്ട് തന്നു, ആ കുട്ടി ഹീറോ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് വന്നാൽ ആ പടം ഹിറ്റായി. ഇപ്പോൾ ഞാൻ 2 ദിവസം പറഞ്ഞൊരു റിവെഞ്ച് സബ്ജക്റ്റ് ഉണ്ട്, കുട്ടനാടോട്ട് ഒരു റിവെഞ്ചിന് വേണ്ടി എത്തുന്ന പെണ്ണ്. അതാണ് കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, അത് മഞ്ജു വാര്യർ. ഇപ്പോൾ എനിക്ക് ദേവനന്ദയുടെ പേര്. ദേവനന്ദ ഇല്ലായിരുന്നു, ഞാൻ മാളികപ്പുറം കണ്ടില്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഭാവിയിലൊരു മനുഷ്യനെ പോലെ ദേവനന്ദി. അതാണ് എൻ്റെ തമിഴിൽ നിന്ന് ഇതിൻ്റെ തമിഴ് തെലുങ്ക് ഡബ്ബിങ്ങിനൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ലക്ഷ്മി കടാക്ഷമുള്ള കുഴന്ത, ഇത് പെരിത പെണ്ണാകുമ്പോൾ ശ്രീദേവി മാതിരി ആയിടുന്നു. ഭയങ്കര ടാലൻ്റ് ആ കുട്ടി. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, കയറി വന്നപ്പോൾ തന്നെ രാജേട്ടൻ ഞങ്ങളോട് ചോദിച്ചു ഫുഡ് കഴിച്ചോ എന്നാണ്. മണി ഇത്ര ആയില്ലോ? എനിക്ക് തോന്നുന്നു രാജേട്ടന് ഭയങ്കര ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയെ പോലെ. കാരണം ഞാൻ കുറെ ഇന്റർവ്യൂസിലും പല ആൾക്കാർ പറയണ കേട്ടിട്ട്. കാരണം രാജേട്ടന്റെ സെറ്റിലായാലും നല്ല അടിപൊളി ഫുഡായിരിക്കും എപ്പോഴും. അങ്ങനെ ഞാൻ കാര്യത്തിൽ ഒരു കുറവും വരുത്തത്തില്ല. വളരെ ഇതായിരിക്കും സംഭവം. ഫുഡൊക്കെ വളരെ കറക്റ്റായിരിക്കും, നല്ല ഫുഡായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ വലിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിശപ്പുണ്ടാവില്ല. അതേസമയം നമ്മൾ പോകുമ്പം നമ്മുടെ ഒരു കാശില്ലെങ്കിൽ കടയിൽ തൂങ്ങുന്ന പഴം, സോഡ കുപ്പിയൊക്കെ കണ്ടാൽ കൊതി വരും. പൈസ ഇല്ലെങ്കിൽ മറ്റേ നമുക്ക് വാങ്ങിക്കാമല്ലോ അപ്പുറത്ത്. ഇത് എനിക്ക് ഒരു പഴം കഴിക്കുന്നെങ്കിൽ ഒരു സോഡ കുടിക്കുന്നെങ്കിലൊക്കെ തോന്നും. പഴയ കാര്യം പറയാൻ നല്ല ഫുഡ്, നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുഡ്. ഞാൻ ഇതുവരെ സിനിമ എടുത്തിൽ ആർക്കും ഒരു പൈസ കൊടുക്കാനില്ല. എല്ലാം അവരവരുടെ പൈസ എല്ലാം കൃത്യമായിരിക്കും. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഒരു ഡിസിപ്ലിൻഡ് പ്രൊഡ്യൂസറാണ്. അതെ. ഇപ്പം ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴായാലും ഞാൻ ട്രെയിലർ കണ്ടു ഞാൻ. അപ്പം അതില് മോളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ്, എൻ്റെ മോൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് ദേവനന്ദയുടെ ക്യാരക്ടറിനുള്ളത്. അപ്പം അതേപോലെ തന്നെ എല്ലാവരുടെ ലൈഫിലായാലും അച്ഛൻ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മക്കൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും സാധിച്ചു കൊടുക്കുന്ന, സ്വയം മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പാരന്റ്സ് ആണ് ഇവിടെ ഫുള്ള്. രാജുവേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി നിരഞ്ജേട്ടൻ അങ്ങനെ പറയുന്ന പോലെ മനസ്സിലായി. അപ്പം ആക്ച്വലി എന്തെങ്കിലും നിരഞ്ജേട്ടനെ സാധിച്ചു കൊടുക്കാതെ പോയി എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ മനസ്സിലെ ഒരു വിഷമം പോലെ കിടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞ അവരെ എൻ്റെ ഒരു നല്ല ഫാമിലി ലൈഫാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യമുണ്ട് എൻ്റെ മിനിമം ഇവർ രണ്ടുപേരെയും പേരിൽ 5 പൈസ ഇന്നുവരെ എനിക്ക് ഒരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ടാർഗറ്റ് ഇവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുക. രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് രണ്ടുപേരും മാസ്റ്റേഴ്സൊക്കെ എടുത്തത് ഇംഗ്ലണ്ടിൽ നിന്ന്, UK നിന്നാണ്. അപ്പം ഒരു അച്ഛൻ്റെ കടമയാണ്. അല്ലാതെ മക്കളുടെ പേരിൽ 10 കോടി ഇട്ടിട്ട് അവനെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും? അവൻ സമൂഹത്തിൽ റെസ്പെക്റ്റ് ഉണ്ടോ? വളരെ പുച്ഛമായിരിക്കും ആൾക്കാർക്ക്. അതേസമയം ഒരു പൈസയൊന്നും ഇല്ലെങ്കിൽ ലണ്ടനിൽ പോയി പഠിച്ചാണെന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അഭിനയം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാത്തൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പിന്നെ ഞാൻ അയാളെ വേണ്ടിയിട്ടൊരു പടത്തിന് വേറൊരാളിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ ഞാൻ ചോദിക്കാറില്ല ചാൻസുകൾ. അതുകൊണ്ട് അവസരങ്ങൾ കുറയും. പക്ഷെ ഞാൻ നിരഞ്ജൻ്റെ അടുത്തും ഈ പറയും നിരഞ്ജൻ്റെ അടുത്തും ചോദിക്കാറില്ല, ഞാൻ നിരഞ്ജൻ്റെ അടുത്തൊക്കെ പറയില്ല. അതൊക്കെ അവരവരുടെ കാര്യം. അവരവൻ്റെ കാര്യത്തിൽ അവനവൻ മിടുക്കന്മാരായിരിക്കണം. അവരതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്. അയാൾ ആൾക്കാരെ കോൺടാക്ട് ചെയ്യും, എല്ലാവരും സംസാരിക്കും കാര്യം. അങ്ങനെ അവർ പ്രോജക്റ്റുകൾ പുതിയത് കണ്ടെത്തി വരണം. അല്ലാതെ പണ്ട് മടിയിലിരുത്തി പാലെടുത്തവൻ്റെ അച്ഛനൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? മക്കളെ കൊഞ്ചിച്ച് വഷളാക്കും ചിലർ, പഠിപ്പിക്കത്തുമില്ല, പൈസ വാരി കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാം വളരെ കൃത്യം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അവർ പഠിച്ചു തരുന്നവരെ ഒരു കാരണവശാലും കാറിൽ സ്കൂളിൽ കൊണ്ട് വിടുന്ന പരിപാടിയില്ല. അവർ നടന്നു പോയി സ്കൂൾ ബസ്സിൽ തന്നെ പോകണം. അത് വളരെ മസ്റ്റായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഒരു
കണക്റ്റഡ് ആയി. വീട്ടിൽ തന്നെ ഇവരൊക്കെ രണ്ട് മക്കളും വന്ന് എന്നെ സംസാരിക്കുന്ന തോളി കേട്ടു. എൻ്റെ ഫ്രണ്ട്സ് പോലും എൻ്റെ തോളി കേട്ടില്ല, തോളി കേട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അപ്പൊ എന്താണ് അവസാനമായിട്ട് മകൻ അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു മൊമെന്റ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? എല്ലാ ദിവസവും രാത്രി വീട്ടിലുണ്ടെങ്കിൽ ഉമ്മ വെച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ, കെട്ടിപ്പിടിച്ച്. ഇപ്പം വെളിയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ, വെളി രാജ്യത്ത് അല്ലെങ്കിൽ വെളിയിൽ ഏത് സ്ഥലമാണെങ്കിലും ഫോണിൽ കൂടെങ്കിലും എന്നെയും അമ്മയും എൻ്റെ വൈഫിനെ അമ്മ അമ്മ ഉമ്മ 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 അമ്മ അച്ഛൻ ഉമ്മ 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 എന്ന് കിടക്കും. അതൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള ഫാമിലി ലൈഫാണ്. അല്ലാതെ നമ്മൾ അച്ഛനെ മൈൻഡ് ചെയ്യാതെ അമ്മയെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നിട്ട് ഒട്ടുമിക്ക സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. പ്രകടിപ്പിക്കുകയും വേണം. ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് ചിലർ കൊണ്ടു നടക്കും. എൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണ്, എന്നെ അച്ഛനും അമ്മയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല മോനെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട്. എൻ്റെയൊക്കെ മക്കളെ ഞാൻ വിളിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കതൊരു കുറവാണ്. അവർക്ക് ഭയങ്കര സ്നേഹമാണ് ഉള്ളിൽ. പക്ഷെ അവർ അന്നത്തെ കാലത്ത് അങ്ങനെ അത് പ്രകടമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ കുടിക്കാനുള്ള വെള്ളം എടുക്കട്ടെ, ചായ എടുക്കുമ്പോൾ എനിക്കങ്ങ് കണ്ണൊക്കെ എന്നറിയും ഇവരെന്നെ അങ്ങനെ. അത് അങ്ങനെ ഉണ്ട്. രാജേട്ടൻ ഇതേപോലെ അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു മൊമെന്റ് എന്തെങ്കിലും ഓർമ്മയുണ്ട്? കാരണം ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അത്രയും ഒരു കണക്ഷൻ ഉണ്ടാവില്ലല്ലോ പേരൻസ് തമ്മിൽ. എന്താണെന്ന് അറിയില്ല. ഞാൻ വളർന്നു വന്ന സെറ്റപ്പിൽ അച്ഛനെയൊക്കെ പേടിയുണ്ടായിരുന്നു. അച്ഛനെ ഒന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊന്നുമില്ല. ഇല്ലാന്നോ? അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. അവസാനം അമ്മ ഉമ്മ വെച്ചത് അമ്മ മരിച്ചിരുന്നപ്പോഴാണ്, നാച്ചുറലി. അപ്പോഴും അച്ഛനെ ഉമ്മ വയ്ക്കാൻ പേടിയായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി വരാൻ കാരണം? പേടി, അതിലൊരു പേടിയാണ് സംഭവം. അച്ഛനൊക്കെ മാർക്ക് കുറഞ്ഞ അടിക്കും. ഞാനാണെങ്കിൽ ഏറ്റവും മാർക്ക് കുറച്ച് വാങ്ങിക്കുന്ന ആളും കൂടെയാണ്. പക്ഷെ എന്നാലും അച്ഛൻ ഭയങ്കര അതർ സൈഡ് സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നു. അച്ഛനിങ്ങനെ ഞാൻ നടനാവണമെന്നോ വക്കീലാവണമെന്നോ ഒന്നും ഒരാഗ്രഹമില്ല. അച്ഛൻ്റെ ജീവിതം എൻജോയ് ചെയ്തിങ്ങനെ പോകാൻ ജോളിയായിട്ട്. അത് ഓഫ് കോഴ്സ് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യണം. നമ്മുടെ ഈ നാളത്തെ ഒരു ജനറേഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു 5 കോടി മക്കളെ പേര് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. അത് അവർ വഴി കണ്ടെത്തിക്കണം. നമ്മൾ നല്ല ഫുഡ് കണ്ടാൽ കഴിക്കണം, നല്ല ഡ്രസ്സ് കണ്ടാൽ വാങ്ങിക്കണം, നമ്മളെ കൊണ്ട് അതിന് സഹായിക്കാൻ പറ്റിയ സഹായിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്യാനേ പാടില്ല. ഞാൻ ചോദിക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇപ്പം അച്ഛന്മാർ പറയും ഒന്നും വേണ്ട, നിങ്ങൾ നന്നായി കണ്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ നിരഞ്ജൻ എന്തെങ്കിലും അച്ഛനെ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അച്ഛൻ തന്നിട്ട് ആ ഒരു ഇമോഷണൽ ആയിട്ട് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ഇങ്ങോട്ട് തന്നിട്ട് അല്ല, അയാള് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങുന്നൊക്കെ ഉള്ളത്. കാരണം ഒരു അച്ഛനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ മക്കളൊരു ചെറിയ മിഠായി വാങ്ങി കൊടുത്താൽ പോലും അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് പിന്നെ അല്ല, അവരെന്ത് ഇഷ്ടമാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളവർ വാങ്ങിച്ചു തരില്ല. ഉദാഹരണം ഈ സച്ചിനൊക്കെ UK പഠിക്കാൻ അവരൊക്കെ പോകും, ഞാനാണ് പൈസ അയച്ച് പഠിപ്പിക്കുന്നത്, ഞാനാണ് പൈസ കൊടുക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരുമ്പം എയർപോർട്ടിൽ നിന്ന് സിംഗിൾ മാൾട്ട് വിസ്കി ഉണ്ടാവും. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചോണ്ട് തന്നെ ഇല്ല, വാങ്ങിച്ചോണ്ട് വരില്ല. നാണക്കേടാണ് ഈ ബോട്ടിലും കവറിലിട്ടുണ്ട് എയർപോർട്ടിൽ കൂടെ നടന്നു. പിന്നെ അച്ഛൻ കുടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നല്ല കാര്യമല്ല ആക്ച്വലി, ആരോഗ്യം നോക്കാൻ വേണ്ടിട്ട് വലിയ മക്കൾ കഴിക്കാതെ. അപ്പൊ എനിക്ക് തോന്നുന്നു രാജേട്ടന് ആഗ്രഹം ഇങ്ങനെ മക്കളുടെ കൂടെ ഇരുന്ന് അവര് കഴിക്കരുത്. ആഗ്രഹം അല്ല, അവർക്ക് രണ്ടുപേർക്ക് എന്താ പറയുക, സിഗരറ്റ് വലിയ വെള്ളമടി ഒന്നും താല്പര്യമില്ല. അത് അവരെ ഇഷ്ടം. എന്റെ ജനറേഷൻ ഞാൻ അച്ഛനെ കണ്ട് വളർന്നതാണ്. അച്ഛൻ സ്മോളിന്റെ ആളായിരുന്നു. പിന്നെ സിനിമയിൽ അന്നത്തെ കാലത്ത് സുഹൃത്ത് വന്ന് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പകൽ കഴിക്കുക, പരിചയമില്ലാത്തൊരു ബാറിൽ പോയി പഠിക്കുന്നില്ല. ഞാൻ രാത്രി കിടക്കുന്നവരും എൻ്റെ റൂമിൽ നിന്ന് സ്മോൾ കഴിക്കും, അല്ലെങ്കിൽ അത്ര ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് കഴിക്കും. ചിലർ മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീഡിയയുടെ മുമ്പെന്ന് പറയും. എനിക്കെന്താന്ന് പേടിയത്? ഇനി എത്ര നാളുണ്ട്? ഒന്നും പറ്റില്ല. ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. ഇപ്പം ഞാൻ പറയും, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ 10-15 വർഷത്തിന് മുമ്പ് ഗവൺമെൻറ് ജോലി റിട്ടയർഡായിട്ട് നരച്ച് കുരച്ച്. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, ഞാനും അങ്ങനെ. അല്ല, സിനിമയിൽ നമ്മൾ എപ്പോഴും രാവിലെ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് എപ്പോഴും ഫ്രഷ് ആയിട്ട് നടക്കുമല്ലോ. അപ്പം അവരൊക്കെ അത് ശ്രദ്ധിക്കില്ല, കൊച്ചുമക്കളെ കളിപ്പിച്ച്. ഇപ്പൊ നരച്ചൊന്നും പറഞ്ഞിട്ട് കാലം ഭയങ്കര യങ്ങായിട്ടാ ഇരിക്കണേ. ഒരു നര മാത്രമേ ഉള്ളൂ. വരട്ടെ, ഇതൊക്കെ ഡൈ ചെയ്ത് കറുപ്പിച്ച് ഇറങ്ങി. ഞാൻ ഒരു വരവ് വരും, ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഈ പടത്തില് ശരിക്കും രാജേട്ടൻ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇവരുടെ അമ്മാവനായിട്ടാണ്. അതിൽ എൻ്റെ 4-5 അമ്മാവൻ വേണ്ട, അതിലൊരു അമ്മാവൻ്റെ മകനാണ് സൈജു കുറുപ്പ്. സൈജു കുറുപ്പിൻ്റെ മകളാണ് ദേവനന്ദ. അപ്പോൾ എനിക്കുണ്ട്. ഞാൻ പക്ഷേ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു തറവാട്ടിലൊരു പൂജ നടത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്നൊരു പൂജ നടക്കുന്നുണ്ട്. അതിന് എല്ലാവരും വരണമെന്ന് വെച്ചിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവരുടെ ഫാമിലി വരുന്നത്. ദേവനന്ദ, അച്ഛൻ സൈജു കുറുപ്പ്, അമ്മ അശ്വതി വരുന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോന് തറവാട്ടിലെ ശാപങ്ങൾ എന്നിട്ട് ഒരു കുഴപ്പമുണ്ട്. ഒരു എന്താ പറയുക, ഒരു കുറച്ച് അത്ര ഇതല്ല, ബുദ്ധിപരമായിട്ടൊക്കെ ഒരു കുഴപ്പം പിടിച്ച പയ്യനാണ്. കുഴപ്പം പിടിച്ചല്ല, പാവമാണ്, അത്രേ ഉള്ളവർ. അങ്ങനെ ഒരു മകനാണ് എനിക്കുള്ളത്.
അപ്പോൾ എൻ്റെ റോൾ കുറച്ച് സീരിയസ് ആണ്. അങ്ങനെ ഓരോ ബാംഗ്ലൂരിലൊരു മോൻ, ബോംബെയിലുള്ളൊരു മോൻ, എല്ലാം അവരെല്ലാം കൂടെ ഈ പൂജയിൽ വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന കുടുംബത്തിൽ എന്തോ ശാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂജ നടത്താമെന്ന് പറഞ്ഞ് ഈ മനയിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു OTT കണ്ടാലോ അല്ലെങ്കിൽ സാധാരണ TV കണ്ടതിനേക്കാളുമൊക്കെ തിയേറ്ററിൽ നിങ്ങൾ കാണും, ഡോൾബിയിൽ. കാര്യം ഇതൊരു ഹൊറർ പടമാകുമ്പോൾ അതിൻ്റെ സൗണ്ട് സൈഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫോട്ടോഗ്രാഫി ഇമ്പോർട്ടൻറ്റ്, പിന്നെ ഗ്രാഫിക്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെല്ലാം കൊണ്ടൊരു നല്ല എന്താ പറയുക, ടിക്കറ്റ് എടുത്താൽ ഒരു മിനിറ്റ് നോട്ടം മാറില്ല സ്ക്രീനിൽ നിന്ന്. അങ്ങനെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചെടുത്തും. അത്ര ഇൻട്രസ്റ്റിംഗ്. അതെ, ഇപ്പോൾ രാജേട്ടൻ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരു അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ ഇതിൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു രാജേട്ടൻ എത്ര സീരിയസ് ആയിട്ട് ചെയ്താലും, ഇപ്പൊ ഒരു വില്ലനായിട്ട് ചെയ്താലും അല്ലെങ്കിൽ നായകനായിട്ട് ചെയ്താലും എപ്പോഴും കാണുന്ന ഓഡിയൻസിന് രാജേട്ടൻ്റെ അടുത്തൊരു സ്നേഹം ഉണ്ടാവും. അല്ല, അവര് സിനിമയിലായിട്ട് ഉദ്ദേശിച്ചപ്പോ വില്ലനാണെങ്കിൽ കൂടെ നമുക്ക് അതല്ല, ഞാൻ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ സിനിമ വന്നിട്ട് 49 വർഷമായി. എൻ്റെ കൂടെ അഭിനയിച്ച 200 പേരോളം മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ചാൽ ഒരുപാട് പേര് സിനിമയിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. ഞാനിപ്പോഴും നിൽക്കുന്നില്ല, ചെറിയ വേഷങ്ങളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചില പടങ്ങളൊക്കെ വരികയും എന്താ പറയുക പ്രൊഡ്യൂസിങ് ഒക്കെ ആയിട്ട് സിനിമയിലുണ്ട്. ഞാൻ ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ത്രോൺ ഔട്ട് ഫ്രം ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇവിടെ സിനിമയിലുണ്ട്. അതൊക്കെ തോന്നുന്നു ഇങ്ങനെ ആൾക്കാരുടെ എല്ലാവരും ഒരു സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടല്ല, നമ്മുടെ ഒരു പാഷനുണ്ട് ഇതിൻ്റെ അകത്തുള്ളൂ, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇനി ഇപ്പം വയസ്സായി, മക്കളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കയറി കിടന്ന ഇല്ല, അവരെക്കാളും ഒരു അടി മുമ്പ് സ്പീഡിൽ തന്നെ ഞാൻ പോകും. എനിക്ക് മെയിൻ ആയിട്ടൊരു കാര്യം ചോദിക്കാൻ എന്താണെന്നറിയോ, മണിയൻ പിള്ള രാജു എന്ന ഒരു പേര്, അതിന് മുന്നേ സുധീർ എന്നൊരു പേരുണ്ടായിരുന്നു. സുധീർ കുമാർ എന്നുള്ളതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട് എല്ലാം സുധീർ കുമാർ. വീട്ടിൽ വിളിക്കുന്ന പേര് രാജു. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ട് ഞാൻ ഹോട്ടലിൽ താമസിച്ചു. അന്ന് മൊബൈലില്ല, ഫോണിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ രാജു ഉണ്ടോ എന്ന് ചോദിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ പേര് രാജു, ക്യാപ്റ്റൻ രാജു ഉണ്ട്. ഈ നടികളുടെ കൂടെ നടക്കുന്ന ടച്ചപ്പ് പയ്യന്മാരുടെ പേരെല്ലാം രാജു, ക്യാമറാമാൻ്റെ അസിസ്റ്റന്റ് രാജു, ഇങ്ങനെ 5-6 പേരുണ്ട് ഹോട്ടലിൽ. അപ്പോൾ അവർ ചോദിക്കും ഏത് രാജുവിനാണ് വേണ്ടത്. അപ്പം മണിയമ്പിള്ളയിലെ മണിയമ്പിള്ള സാർ, മണിയമ്പിള്ള റൂം 102 കണക്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞു എനിക്ക് വന്ന് വീണ പേരാണ്. അങ്ങനത്തെ പേരാണല്ലേ. ഇപ്പം ആ പേരിനോടാണോ ഇഷ്ടം അതോ സുധീർ എന്നുള്ള പേരിനോടാണോ ഇഷ്ടം? അല്ല, എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ മണിയമ്പിള്ള എന്നുള്ള കഥാപാത്രം ആ പേരാണ്. അതിനെങ്ങനെ മറക്കാം? സുധീർ കുമാർ എന്നുള്ള ആരും വിളിയില്ല. ഏതെങ്കിലും ഒരാൾക്കൂട്ടത്തിൽ സുധീറെ എന്ന് വിളിച്ചാൽ എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ച ആരാണ്, ഞാൻ നോക്കും. അങ്ങനെയല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മണിയമ്പിള്ള രാജു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നാടൻ പേരാണ്, സുധീർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള കിഷോർ എന്നൊക്കെ ഇടണമായിരുന്നല്ലേ പേര്, അതാണ് നിങ്ങൾ മനസ്സിലായത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുധീർ എന്നൊക്കെ ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയിട്ട് മദ്രാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നെടുമുടി വേണു വരുന്നുണ്ട്. അദ്ദേഹം അന്ന് കലാകൗമുദി എന്നുള്ള പത്രത്തിൻ്റെ മദ്രാസ് ഒരു കറസ്പോണ്ടൻ്റാണ്, അദ്ദേഹമാണ് ലേഖകൻ. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നെ. പുള്ളി എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, പേനയും പേപ്പറൊക്കെ എന്തൊക്കെയാണ് അഭിനയിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ കോമഡിയാണ് അഭിനയിക്കുന്നില്ല, ഞാൻ നാടകങ്ങളിലൊക്കെ ഞാൻ കോമഡിയാണ്. എനിക്ക് ഇപ്പം ശശികുമാർ സാറിൻ്റെ ഒക്കെ പടം എല്ലാം ഞാൻ കോമഡിയാണ് ചെയ്യുന്നത്. ഈ കോമഡി ചെയ്യുന്നതാണ് സുധീർ കുമാർ എന്നുള്ള പേരൊട്ട് ശരിയാവില്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ കോമഡി വന്നിട്ട് അങ്ങനെ പറഞ്ഞു കുതിരവട്ടം പപ്പു, മണവാളൻ ജോസഫ്, അലമ്പണൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ കോമഡി ചെയ്യുന്ന കോമഡി പേരിടണമെന്നുണ്ടെങ്കിലേ പരേതൻ എന്നല്ലോ ഇട്ടാൽ പോലെ. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. അടുത്ത ആഴ്ചത്തെ കലാകൗമുദിയിൽ എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇട്ട് മുകളിലെ ടൈറ്റിൽ പരേതൻ. വീട്ടില് എൻ്റെ വീട്ടിലും അന്ന് കലാകൗമുദി ഇല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അയ്യോ രാജുവിന് എന്ത് പറ്റി, മരിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കണം ന്യൂസ്. എൻ്റെ അമ്മ നിലവിളിച്ച്, അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ നിലവിളിച്ച് ഏതോ ബൂത്തിൽ, ഫോണൊന്നും ഇല്ലെന്ന്, ഏതോ ബൂത്തിലൊക്കെ പോയി വിളിച്ച് എന്നെ ഉമാലോചി കിട്ടി. ഇങ്ങനെ തമാശക്ക് എഴുതിയാണ് എൻ്റെ വീട്ടുകാർ നിന്ന് തീക്ക് പത്രത്തിലാണ് എഴുതിയത്. അല്ല, പുള്ളി അതിൻ്റെ ലേഖകനായിരുന്നു. പിന്നെയുള്ള അതിനുശേഷം പുള്ളി ആരവത്തിൽ അഭിനയിക്കുന്നത്, തമ്പിൽ അഭിനയിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ആദ്യം അഭിനയിക്കുന്നത് ചാമരത്തിലാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ 19 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പഴയ നടന്മാരായിട്ട് കുറെ പേര് ഇപ്പോഴും കണക്ഷൻസ് ഉണ്ട്. അതേപോലെ മല്ലിക ചേച്ചി, പഴയ ആളുകളുടെ കണക്ഷനിൽ മരിച്ചുപോയ പലരുമായിട്ട് എനിക്കിപ്പോൾ കണക്ഷൻ ഇല്ല. അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെ പറയരുത്. ഇപ്പോഴും ആ ഒരു കണക്ഷൻ നിർത്തിക്കൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഏതാ? പണ്ട് സിനിമയിലെ പരിചയപ്പെട്ടിട്ട്, പണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രായം. അല്ല, ഞാൻ എല്ലാവരുമായിട്ട് കണക്ഷൻ വയ്ക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, തകരയിൽ അഭിനയിച്ചാണ് സുരേഖ. അതൊരു 76, 77, ഞാനുമായിട്ട് അവർ 81, 82 അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഇത്രയും കാലമായി ഇപ്പോഴും വല്ലപ്പോഴും ഫോൺ ചെയ്യും,
ഈ ഒരു 3 മാസം മുമ്പ് ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വൈഫ് കണ്ടു. അപ്പോൾ എൻ്റെ വൈഫ് തന്നെ പറഞ്ഞു, ഇവരൊക്കെ സിനിമയിൽ നിന്ന് ഔട്ടായിട്ട് തന്നെ 35 കൊല്ലം അയച്ചിട്ട് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മളതാണ് സുഹൃത്ത് ബന്ധം. അല്ലാതെ പടമുള്ളവൻ്റെ പറയിൽ അല്ലെങ്കിൽ സ്റ്റാർ ആയിരിക്കുന്നതിൻ്റെ പറയും മാത്രം ഒട്ടി നടക്കണം. അങ്ങനെ ഇതേപോലെ ഇപ്പൊ ഇന്റർവ്യൂ തന്നെ കുറെ തഗ് അടിക്കണോ, അതേപോലെ തന്നെ മല്ലിക ചേച്ചിയായാലും ഇതേപോലെ ഓരോ ഇന്റർവ്യൂസിലും ഭയങ്കര തഗ്ഗാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ക്ലാസിന്റെ ഒരു പ്രശ്നമാണോ, അത് നിങ്ങൾ ആ ഒരു ക്ലാസ് റൂമിന്റെ ഒരു പ്രശ്നമാണോ, അതോ നിങ്ങളുടെ സുഹൃത്തുബന്ധത്തിന് എന്തെങ്കിലും ആണോ അത്? ഞങ്ങൾ രണ്ട് ഡിവിഷനായിരുന്നു. പക്ഷേ എന്നാലും ഇങ്ങനെ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ അവരാണ് വന്ന് അവർ മോണിറ്ററാണ്. വലിയ എന്താ പറയുക, കൈനിക്കര ഫാമിലി എന്നൊക്കെ വന്ന അങ്ങനത്തെ ഒരു ഞെളിവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ക്ലാസ്സിൽ വന്നിട്ട് പേരെഴുതുമ്പം ആ പീരീഡിൽ സാറില്ലാത്തവൻ പേരെഴുതണ്ടല്ലോ, എൻ്റെ പേര് സ്ഥിരം എഴുതി കൊടുക്കും. എന്നെ അന്ന് സാറ് എടുത്ത് ക്ലിയർ അടിക്കും. അപ്പൊ ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? എനിക്കിഷ്ടമേ അല്ലായിരുന്നു. അത് മാത്രമല്ല, ഈ നമുക്കന്ന് എഞ്ചോടി പഠിക്കാം, 1 ഇഞ്ച് മറ്റേ എന്തോ ഒരു കണ്ടി എത്ര ഗജം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കണക്കുകൾ പഠിക്കണം. അങ്ങനെ ഒരു ദിവസം ഒരു ക്ലാസ് ടീച്ചർ വന്നപ്പോഴത്തേക്കും പറഞ്ഞു കൊടുത്തു, സാർ ഈ സുധീർ കുമാർ തെറി പറഞ്ഞു. സാറ് കേട്ട് എന്ത് ചോദിച്ചു, എന്താ പറഞ്ഞത്? മലയാളം ചോദിച്ചു. അന്നേരം അവർ എൻ്റെ മുഖത്ത് ചോദിച്ചു, സാറ് ഒരു കുണ്ടി എത്ര ഗജം? ഞാൻ പറഞ്ഞു, സാറ് ഒരു കണ്ടി എത്ര ഗജം ഞാൻ പറഞ്ഞിട്ട് അവരെ മുമ്പായിട്ട് എന്നെ അടിച്ചു നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുത്തി, ഈ ബാക്കി പിള്ളേരെ പേരെഴുതാത്തത്. അപ്പം സാറ് ചോദിച്ചു, നിന്നെ മാത്രം എന്തിനാണ്? ഞാൻ സാറ് എല്ലാവരും ഇവർക്ക് സ്ലേറ്റ് മറ്റേ പെൻസില് കളർ റബ്ബർ മായ്ക്കുന്നതൊക്കെ കൊടുക്കും, ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എന്നെ കുറച്ച് അവരങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ ഒരു ഇപ്പോഴത്തെ മീഡിയ ചെയ്യുന്ന ഒരു ആരോപണം കിട്ടാണ് തലയിൽ, മനസ്സിലായില്ലേ? ഒരു കള്ളിയാണ് കൈക്കൂലി വായിക്കുന്നതാണെന്ന്. പക്ഷെ ഭയങ്കര കലാകാരിയായിരുന്നു. അതിഗംഭീരമായിട്ട് കഥാപ്രസംഗം പാടും, അഭിനയിക്കും, നല്ല ഇതാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സാണ്. അവരുടെ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കും, ഞാൻ വിളിക്കും, എല്ലാ സംഭവമുണ്ട്. അതെ, ഇനി ഇത് കേട്ടിട്ട് ഇനി മല്ലിക ചേച്ചി അടുത്ത് ഇപ്പൊ ചേട്ടൻ്റെ ഇതിന് അപ്പുറമുള്ള കഥകൾ കേൾക്കാമല്ലോ നമുക്ക്. ഞാൻ ഈ മല്ലികയും സുകുമാരനും ഞാനും കൂടെ ഒക്കെ ഊട്ടിയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഭയങ്കര കുസൃതിയായിരുന്നു പൃഥ്വിരാജ്. ഈ മഷി നിറച്ചൊരു സാധനം കൊണ്ട് നമ്മുടെ ദേഹത്തടിക്കുക, ഞാൻ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കും, കാണാൻ നല്ല രസമുള്ള പിള്ളേരല്ലേ വിജയത്ത്. പക്ഷേ ഇയാളാണ് കൂടുതലെടുത്തത്. അങ്ങനെ കുറേ കൊല്ലമൊക്കെ ഉണ്ട്. ഇന്ത്യത്ത് വെളിയിൽ അദ്ദേഹം വെളിയിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പൈസ അയക്കുന്ന നാഗർകോവിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടയ്ക്ക് ഞാൻ വഴുതക്കാട് മുടി വെട്ടാൻ പോയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ അതിസുന്ദരനായ ഒരു പയ്യൻ, ഹെർക്കുലീസിൻ്റെ കൂട്ടൊക്കെ സുന്ദരൻ. എന്നെ മനസ്സിലായില്ലേ, ഞാൻ പൃഥ്വിരാജാണ്. ഞാൻ പറഞ്ഞു, അയ്യോ എവിടെയായിരുന്നു? ഞാൻ ആസ്ട്രേലിയ. എവിടെ? ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം കാണുന്നു. നല്ല സുന്ദരൻ. ഞാൻ കണ്ടിരിക്കുന്നത് ഒരു സ്കൂൾ ലൈഫ് വരെയൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട്. സ്കൂൾ ലൈഫല്ല, സുകുമാരൻ മരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴൊരു കണ്ണാടിയൊക്കെ വെച്ച് പുള്ളി ഒരു 10th പഠിക്കുന്ന സമയമാണ്. ആ രൂപമല്ല, നല്ല വെളുത്തിട്ട് നല്ല രസമുള്ളൊരു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി. ഞാൻ വീട്ടിൽ വന്നപ്പം വൈകുന്നേരം എനിക്കൊരു ഫോൺ, രഞ്ജിത്ത് പറഞ്ഞു, ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, ഒരു നല്ല ഹാൻഡ്സം ബോയ് ആണ്, ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്നൊരു പയ്യനെ കണ്ടു, നല്ലൊരു പയ്യൻ. രാജു ഒന്ന് വരാൻ പറയും. ഞാൻ വലിയ വിളിച്ച് പറഞ്ഞു. പിറ്റേന്ന് രാവിലത്തെ ട്രെയിനിലിട്ട് അവിടെ ചെല്ലുന്നു. അതാണ് നന്ദനം, പുള്ളിയെ ഫിക്സ് ചെയ്യുന്നത്. ഞാൻ ആ ബാർബർ ഷോപ്പിൽ പോകാനും മുടി വെട്ടാനും ഇയാളെ കാണാനൊക്കെ ഉള്ള നിമിത്തങ്ങളില്ലേ. അപ്പൊ അങ്ങനെയാണോ ആക്ച്വലി മറ്റേ നന്ദനം പടത്തിൽ വരുന്നത് പൃഥ്വിരാജ്? ഞാൻ ഇത് അവകാശമായിട്ട് പറയാല്ലേ, നാളെ നിങ്ങൾ അടിക്കരുത്, പൃഥ്വിരാജിനെ കൊണ്ടുവന്ന മണിയുള്ളൂ. കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ, ഇപ്പം എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടുള്ള പടങ്ങളാണ് ചേട്ടനായിട്ട് പ്രതീക്ഷിക്കാം. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഹൊറർ മൂവി. ഹ്യൂമർ ഉണ്ട് ഇതിനകത്തിട്ട്. നല്ല ഹ്യൂമർ ഉണ്ടോ? ഹ്യൂമറുണ്ട്. ഹ്യൂമറല്ല, ചുമ്മാ നമ്മളൊരു സീരിയസ് തന്നെ കാണിച്ചോണ്ട് പോയാൽ അങ്ങനെ അല്ല. എന്നാലും ഒരു ഹൊറർ മൂവി ആദ്യമായിട്ടല്ലേ പ്രേക്ഷകരെ കാണുന്നത്? ഞാൻ ഈ പറഞ്ഞ മാതിരി അനന്തപുരം ഒരു ഹൊറർ മൂവിയല്ല, പക്ഷെ എന്നാൽ അതിനകത്ത് എന്താ പറയുക, ഒരു ഫാൻറ്റസി പോലെ കിടപ്പുണ്ട് സംഭവം. ഇതും ഒരു ഫാൻറ്റസി പ്ലസ് ഹ്യൂമർ. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പിള്ളേരെ ഭയങ്കരമായിട്ട് രസിപ്പിക്കും പടം. അത്ര രസം. എന്താ പറയുക, ദേവനന്ദ മാത്രമല്ല, വേറെ 4-5 ചിമ്മിട്ട് പിള്ളേരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരു 4-5 ദിവസം വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പിൽ നിരഞ്ജനെ നിർത്തിയിരുന്നു. കാര്യം നിരഞ്ജൻ്റെ കൂടെയാണ് ഈ പിള്ളേർ നടക്കുന്നത്. അപ്പോൾ സെറ്റിൽ ചെന്ന് റെഡി, ഇതാണ് നിങ്ങളുടെ വലിയച്ഛൻ്റെ ഇത് ഇളയച്ഛൻ്റെ മോനെന്ന് ഇറക്കി കഴിഞ്ഞാൽ ആ അഭിനയം നന്നാവില്ല. ഇവർ ഈ 5 ദിവസം ഇവർ ഇതിനകത്ത് കിടന്ന് കളി, നിരഞ്ജനൊക്കെ ഈ പിള്ളേരെയും തോളിൽ വെച്ചുകൊണ്ട് പോവുക, ഡാൻസ് ചെയ്യുക, പാടുക, അവരുമായിട്ടങ്ങ് നിന്നിട്ട് ഇവർ സെറ്റിൽ ചെല്ലുമ്പോൾ ഭയങ്കര പരിചയക്കാരും ഫ്രണ്ട്സുമായി. അതുകൊണ്ട് അവർ ഈസി ആയിട്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റും. അവരുടെ ഹ്യൂമറൊക്കെ ഒരുപാടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയിണ്ടാവില്ല അവരുടെ കോംബോ കാര്യങ്ങൾ. അവരൊന്നും നമ്മളിങ്ങനെ കാണിച്ചിട്ടില്ല പോസ്റ്ററിലും കാര്യങ്ങളൊന്നും. പടം കാണുമ്പോൾ അതൊരു വേറെ ഏരിയയാണ്.
അതെ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത് വെച്ചാൽ ഞാനൊരു വീഡിയോയിൽ കണ്ടു രാജുവേട്ടൻ എപ്പോഴും പടങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഒരിക്കലും ഫോൺ നോക്കി റിവ്യൂ നോക്കി പടങ്ങൾ കാണാറില്ല എന്ന് കേട്ടായിരുന്നു. അപ്പം റീസെന്റ് ആയിട്ട് രാജുവേട്ടൻ അങ്ങോട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇന്ന പടം അടിപൊളിയായിട്ട് ഒന്ന് പോയി കാണാൻ പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തായിരുന്നു? ഞാൻ പറയും ഞാൻ എല്ലാ പടം OTT പടങ്ങളും ആദ്യം അത് നോക്കാം. അതിൻ്റെ ടൈറ്റിന് താഴെ ഒരു 3-4 സെൻറ്റൻസിൽ സ്റ്റോറിയുടെ ഒരു സിനോപ്സിസ് മാതിരി കാണുമല്ലോ. ഇപ്പം ഞാൻ എന്താണ് കഴിഞ്ഞ ആഴ്ച എന്തോന്ന് ഇപ്പം ഞാൻ എൻ്റെ പടം കാണുമ്പോൾ പലരെയും വിളിച്ച് പറയുന്നുണ്ട്. ജഗദീഷിൻ്റെ അടുത്ത് ഇപ്പം ഉർവശി അഭിനയിച്ചൊരു സാധ്യ പടമുണ്ട്, തമിഴ് പടം. നാട് വിട്ടു പോകുന്ന ഒരു പടമാണോ? ആ, അവർ നാട് വിട്ടു കണ്ടാണ്. മനസ്സിലായി. അയ്യോ, നാട് വിട്ടു പോകുന്ന ഈ മക്കൾ അമ്മ അന്വേഷിച്ച് പോകുന്ന 2 മക്കൾ ഭയങ്കര പെർഫോമൻസ് ആണ്. ഉർവശിക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ്. അത് കാണും. പിന്നെ ചിലപ്പോൾ ഇംഗ്ലീഷ് പടം കാണും, ചില വെബ് സീരീസിൽ കാണും. അതൊക്കെ ഞാൻ പറയും. അതെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏതെങ്കിലും പറഞ്ഞു കൊടുത്ത പടം ഏതാ? ഈ ഒരു വർഷം ഇറങ്ങിയില്ല ഏതെങ്കിലും? ഈ വർഷം എനിക്കൊരു മറവിയുണ്ട് കേട്ടോ പേരുകൾ പറയാൻ. ആണല്ലേ? അതായത് പഴയ കാര്യങ്ങൾ എക്സോസിസ്റ്റ് മറ്റേതൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഹാർഡ് ഡിസ്ക് കിടപ്പുണ്ട്. ഇപ്പം പുതിയത് പിന്നെ ഇവർ മക്കളും പറയും പിന്നെ ഹിന്ദി പടം കാണണം, ഇംഗ്ലീഷ് പടം കാണണം, അതൊക്കെ കാണും. എന്തായാലും ഞാൻ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ഈ പടം ഹിറ്റിലേക്കല്ലേ പോവാൻ പോണേ? അതെ, സൂപ്പർ ഹിറ്റിലേക്ക് പോട്ടെ. നിങ്ങൾ പോയി കാണണം. എത്ര ദിവസം ഓടും തിയേറ്ററിൽ? ഒരു പ്രതീക്ഷ? എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോണ പടം ഇതായിരിക്കും. അതെ, അങ്ങനൊരു കാര്യമുണ്ട്. നിങ്ങൾ ചോട്ടാ മുമ്പ് എടുക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 50 രൂപ 40 രൂപയാണ് ബാൽക്കണി. ഇപ്പം 400-300 രൂപയാണ്. ഞാൻ വെള്ളാനുള്ള നടക്കുമ്പോൾ 2 രൂപയാണ് ബാൽക്കണി. 50 പൈസ. അയ്യോ, അപ്പൊ 2 രൂപ ബാൽക്കണി ഇരുന്ന് കണ്ടതിൽ ഇപ്പൊ 400 രൂപ വരെ എത്തി. അതല്ലേ, അങ്ങനെയാണ് എല്ലാം മാറിയല്ലോ എല്ലായിടത്തും. അതെ, ഇപ്പം ഞാൻ ഒരു സാധാരണക്കാരൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് 400 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നത്. ഒരു ഫാമിലി വരുമ്പോൾ 2000 രൂപയായി. നമ്മുടെ ഒരു ഫുൾ ഫാമിലി വരുമ്പോൾ 18 രൂപ പോലും കിട്ടില്ല അന്നത്തെ കാലത്ത്. മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കളക്ഷൻ കൂടുതൽ വരും. അതെ, അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് വിശേഷങ്ങളായിരുന്നു. ഈ പടം ഹിറ്റ് ആവട്ടെ. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ചോട്ടാ മുമ്പേ സെക്കൻഡ് പാർട്ട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന അറിയുന്നുണ്ട്. എൻ്റെ ഞാൻ ഇപ്പൊ ഈ ഷൂട്ടിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പടമില്ലേ, രജപുത്രയുടെ തരുൺ മൂർത്തിയുടെ ആ പടത്തിലും മോഹൻലാലിന്റെ അസിസ്റ്റൻസ് 3-4 പേരുണ്ടല്ലോ. അവരെല്ലാം വന്ന് എൻ്റെ തുടങ്ങി, സാറേ നമ്മൾ ആ ചോട്ടാ മുമ്പേമാരി ഒരു പടം, അതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അതിന് സെക്കൻഡ് പാർട്ട് ഇല്ല, കഥ അവിടെ തീർന്നു. അല്ല, അതുപോലെ ഒരു പടം എടുക്കണം. നമ്മൾ അതുപോലെ ഒരു പടം എടുക്കണം. എന്തിനാണ്? അതിനേക്കാളും നല്ലൊരു പടം എടുത്താൽ പോരെ? അതെ, ഇത് പറയുന്നത് എനിക്ക് അറിയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, ഇതാണ് സത്യം. അതെ, അപ്പൊ എന്തായാലും ഞാൻ ഇതാകുന്നു. നല്ലൊരു ഹിറ്റ് ആവട്ടെ, എല്ലാവട്ടെ, അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനി ഹിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ ഒരു വര കൂടെ വരും. ഞാൻ വരും ഒരു വര. അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.